ന്യൂ ബോർണിന് വേണ്ടിയുള്ള ഒരു കസ്റ്റമൈസ്ഡ് പ്രിസർവേഷൻ വർക്കാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടാലും വാ. സേഫ്റ്റി ഫസ്റ്റ്. നമ്മൾ റെസിന്റെ വർക്ക് എപ്പോൾ ചെയ്യുവാണെങ്കിലും ഗ്ലൗസും മാസ്കും മസ്റ്റ് ആണ് കേട്ടോ. കാരണം റെസിൻ എന്ന് പറയുന്ന കെമിക്കൽസ് ആണ്. അപ്പം എപ്പോഴും നമ്മുടെ സ്കിന്നിന് ഡയറക്ട്ലി അതുമായിട്ട് കോണ്ടാക്ട് വരാണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ മാസ്കും ധരിക്കുക. കാരണം ഇത് ചിലപ്പം നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഹെഡേക്ക് ഒക്കെ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് വെയിങ് മെഷീൻ. കാരണം റെസിൻ എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ ഗെയിം ഓഫ് കാൽക്കുലേഷൻ. നമുക്ക് കാൽക്കുലേഷൻസ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മൊത്തം കുളമാകും. സോ എക്സാക്ട് കാൽക്കുലേഷൻസ് എടുക്കാൻ വേണ്ടി നല്ലൊരു വെയിങ് മെഷീൻ അത്യാവശ്യമാണ്. ബേസിക്കലി കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന നമ്മൾ കുക്കിംഗ് പർപ്പസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാറുള്ള വെയിങ് മെഷീൻ ഇല്ല, അങ്ങനെ ഒരു സാധാരണ വെയിങ് മെഷീൻ മതി. പിന്നെ ഞാനിവിടെ റെസിൻസ് മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നോർമൽ പേപ്പർ കപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ സിലിക്കോണിന്റെ കപ്പൊക്കെ അവൈലബിൾ ആണ്, അത് വാങ്ങി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള പേപ്പർ കപ്പാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ റെസിൻ എടുക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ വാങ്ങിയ റെസിൻ എന്ന് പറയുന്നത് 2:1 റേഷ്യോയിലുള്ള ഒരു റെസിൻ ആണ്. നമുക്ക് മാർക്കറ്റിൽ ഡിഫറെന്റ് റേഷ്യോയിലുള്ള റെസിൻസ് അവൈലബിൾ ആണ്. ഇപ്പൊ 3:1 ഉണ്ട്, പിന്നെ 2:3, അങ്ങനെ പല റേഷ്യോസിന്റെ ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ വാങ്ങുന്ന റെസിനിലെ പുറത്ത് തന്നെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും അതിന്റെ മെഷർമെന്റ്സ് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ വാങ്ങിയത് 2:1 ഉള്ള റേഷ്യോയിലായതുകൊണ്ട് ബേസ് ലെയറിന് വേണ്ടി എനിക്ക് വേണ്ടത് ഒരു 90 ml ആണ്. സോ ഞാനൊരു 30 ml റെസിനും 60 ml റെസിനും 30 ml ഹാർഡനറും കൂടെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പം വെയിങ് മെഷീൻ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് എടുക്കുക. കാരണം ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാൽക്കുലേഷന് പറ്റേ തന്നെ നമുക്ക് റെസിൻ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഹാർഡൻ ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ വെയിങ് ആണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ എക്സാക്ട് മെഷർ എടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ആണ് കേട്ടോ. എഗെയിൻ നമുക്ക് മാർക്കറ്റിൽ സിലിക്കോണിന്റെ സ്റ്റിക്ക് ഒക്കെ അവൈലബിൾ ആണ്. ഈ സിലിക്കോണിന്റെ കപ്പും സ്റ്റിക്കും വാങ്ങുമ്പോൾ പ്രത്യേകത നമുക്കത് റീയൂസബിൾ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് റെസിന്റെ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം പേപ്പർ കപ്പും ഐസ്ക്രീം സ്റ്റിക്കൊക്കെ കുറച്ചും കൂടെ ചീപ്പാണ്, ചെറിയ റേറ്റിൽ നമുക്ക് കിട്ടും. അപ്പം അത് യൂസ് ആൻഡ് ത്രോ ആണ്, ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു മിനിമം 5 minutes എന്തായാലും മിക്സ് ചെയ്യണം. പിന്നെ അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പോൾ എനിക്ക് 90 ml ഒക്കെ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു 5 minutes മിക്സ് ചെയ്താൽ മതി. അപ്പം ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ സമയം മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആദ്യം ഒരു ചെറുതായിട്ട് ക്ലൗഡി ആയിട്ടായിരിക്കും അത് നമ്മൾ മിക്സ് ചെയ്ത് കുറേ കഴിയുമ്പോൾ നല്ലതായിട്ട് ക്ലിയർ ആയിട്ട് വരും. അങ്ങനെ ക്ലിയർ ആയി വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് പിഗ്മെന്റ്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ 2 കളർ പിഗ്മെന്റ്സ് ആണ് എടുക്കുന്നത്. സോ 2 കളേഴ്സ് ആയിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ വേറൊരു കപ്പിലേക്ക് കുറച്ച് റെസിൻ മാറ്റി എടുക്കുന്നുണ്ട്. അതിൽ ഒന്നിൽ വൈറ്റ് കളറും മറ്റതിൽ ഒരു ബ്ലൂ ഗ്രീനിഷ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് പിഗ്മെന്റും കേട്ടോ ഞാൻ മിക്സ് ചെയ്യുന്നത്. സോ ഈ പിഗ്മെന്റ്സ് സ്പെസിഫിക്കലി നമ്മൾ റെസിനിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പിഗ്മെന്റ്സ് ആണ്. നമുക്കത് റെസിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങുന്ന കടയിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതും ഒരു ലിക്വിഡ് പിഗ്മെന്റ് ആണ്. ജസ്റ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ എന്തിനാണ് ഇവിടെ 2 കളർ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ പ്ലാൻ. ഒരു പാറ്റേണോ ഡിസൈനോ ചെയ്യാനല്ല, അതിനകത്ത് കുറച്ചും കൂടെ കളർ കുറച്ചും കൂടെ ലൈറ്റ് ആക്കാൻ വേണ്ടിയാട്ടോ ഞാനൊരു വൈറ്റ് കൂടെ എടുത്തത് സെപ്പറേറ്റ് ആയിട്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ആ വൈറ്റ് പിഗ്മെന്റ് ഡയറക്റ്റ്ലി വൈറ്റും ഗ്രീനും ഒരേ ഇതിൽ തന്നെ ഇട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തേ ഉള്ളൂ. സോ നമ്മൾ പിഗ്മെന്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് പിഗ്മെന്റ് റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു 5 minutes അതിനെ നമ്മൾ വെറുതെ വെക്കണം കേട്ടോ. കാരണം അതിനകത്ത് ഒരുപാട് ബബിൾസ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ബബിൾസ് ഇത് സെൽഫ് റിലീസിങ് ആണ്. പൊതുവേ ആ റെസിൻസ് എല്ലാം തന്നെ സെൽഫ് റിലീസിങ് ആണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നോക്കി വാങ്ങിയാൽ മതി, ബോട്ടിലിന്റെ ബാക്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൽ ബബിൾസ് സെൽഫ് റിലീസിങ് ആണെന്ന്. അങ്ങനത്തെ റെസിൻസ് ഒക്കെ ഒരു 5 minutes നമ്മൾ വെച്ചാൽ മതി. അപ്പോഴത്തേക്കും അതിനകത്ത് ബബിൾസ് തന്നെ പൊക്കോളും. പിന്നെ ബബിൾസ് എല്ലാം പോയി കഴിഞ്ഞോ എന്ന് നോക്കിയിട്ട് അതിനെ എടുത്തിട്ട് നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുക. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു 5 ഇഞ്ചിൻ്റെ മോൾഡാണ്. നമുക്ക് ഡിഫറെൻറ്റ് മെഷർമെൻറ്റ്സിലുള്ള മോൾഡൊക്കെ കടയിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാൻ വാങ്ങിയത് ഒരു 5 ഇഞ്ചിൻ്റെ മോൾഡാണ്. സോ ഇതിലേക്ക് റെസിൻ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ഫസ്റ്റ് ബേസ് ലെയർ മാത്രമായിരിക്കും ചെയ്യുന്നത്. റെസിൻ നമ്മൾ വൃത്തിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോൾഡ്, ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള മോൾഡുകളും ഡിഫറെൻറ്റ് തിക്നെസ്സിലുള്ള മോൾഡുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. സോ ഞാൻ പൊതുവേ വാങ്ങാറ് ലോക്കൽ സ്റ്റോറിൽ നിന്നും പിന്നെ വജ്ര എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ സ്പെസിഫിക്കലി നമ്മൾ റെസിന് വേണ്ടിയുള്ളതാണ്. സോ വജ്ര എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ്, വജ്ര റെസിൻ എന്നാണ് തോന്നുന്നു ആ വെബ്സൈറ്റിന്റെ പേരെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ കയറുവാണെങ്കിൽ റെസിൻ്റെ എല്ലാ സാധനങ്ങളും A to Z റെസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും നമുക്ക് ആ വെബ്സൈറ്റിൽ കിട്ടുന്നതായിരിക്കും.
ഞാൻ പൊതുവെ അവിടെ നിന്നാണ് സാധാരണ സാധനങ്ങൾ വാങ്ങാറ്. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട സമയത്ത്, കാരണം അത് നമ്മൾ ഓൺലൈൻ ഡെലിവറിയാണ്, ഒരു 3 to 5 days എടുക്കും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും വേണ്ട സമയത്ത് മാത്രമാണ് ഞാൻ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാറുള്ളത് കേട്ടോ. ഈ പിഗ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിരിക്കുന്നത് വജ്ര എന്ന് പറയുന്ന വെബ്സൈറ്റിൽ തന്നെയാണ്. ഇനി നമുക്ക് ഞാൻ ലാസ്റ്റ് എടുത്ത വൈറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എനിക്ക് കളർ കുറച്ച് ലൈറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയാട്ടോ ഞാൻ വൈറ്റ് യൂസ് ചെയ്തത്. അത് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ പാറ്റേൺ എന്തെങ്കിലും ഒരു ഡിസൈൻ വരുമോ എന്ന് നോക്കാൻ വേണ്ടിയാ. പക്ഷെ അത് എന്റെ റൂമിൽ പോസിബിൾ ആയിരുന്നില്ല. കാരണം വാട്ടർ ലെവലിൽ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പാറ്റേൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോം ആകും, പക്ഷെ നമ്മളത് വെച്ചിട്ട് പോയി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വാട്ടർ ലെവൽ കറക്റ്റ് അല്ലെങ്കിൽ അത് പതുക്കെ മിക്സ് ആയിട്ട് പോകും. സോ എന്റെ റൂമിൽ എവിടെ റൂമിലെ ടേബിളിലോ നിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാലും വാട്ടർ ലെവൽ കറക്റ്റ് അല്ല. പൊതുവെ വീടുകളിലൊന്നും വാട്ടർ ലെവൽ കറക്റ്റ് ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ വീടുകളിലും നമ്മൾ വെള്ളം വീണാൽ ഒരു സൈഡിലേക്ക് ഒഴുകി പോകുന്ന രീതിയിലാണ് എപ്പോഴും നമ്മളെ വീടുകളുടെ ഒക്കെ ഫ്ലോർ ഉണ്ടാവുക. സോ അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പാറ്റേൺ സസ്റ്റെയിൻ ചെയ്തിരിക്കൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്താലും കുറച്ച് കഴിയുമ്പോഴത്തേന് അത് മൊത്തം മിക്സ് ആയി പോകും. സോ നമ്മള് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ടേബിൾ നമ്മൾ വെക്കുന്ന സാധനങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ വാട്ടർ ലെവൽ കറക്റ്റ് ആണോ നോക്കി സെറ്റ് ചെയ്താലും മതി. അപ്പൊ അതിനുവേണ്ടി വേറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട് വാട്ടർ ലെവൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാത്തവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അത് ചെയ്യാൻ. ഞാനിപ്പം എനിവേ അത് മിക്സ് ചെയ്ത് കണ്ട കളർ കുറച്ച് ലൈറ്റ് ആക്കി എടുത്തതേ ഉള്ളൂ. പിന്നെ 24 hours ആണ് നമ്മളത് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കുന്നത്. ഇപ്പൊ 24 hours കഴിഞ്ഞ് ഞാൻ എടുത്താണ്. ഇനി ഇതിൽ നമ്മൾ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പ്രിന്റ് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ OHP ഷീറ്റ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. OHP ഷീറ്റിൽ നമുക്ക് നോർമൽ എനിക്കൊന്നു എല്ലാ പ്രിന്റ് എടുക്കുന്ന ഷോപ്പുകളിലും ഇപ്പോൾ OHP ഷീറ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ തന്നെ ക്യാൻവയിൽ എഡിറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് നമ്മൾ കടയിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞാൽ മതി OHP ഷീറ്റിൽ പ്രിന്റ് എടുത്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് പ്രിന്റ് എടുത്ത് തരും. സോ പിന്നെ ഇപ്പൊ പിക്ചർ ഞാൻ നോർമൽ ഒരു കളർ ഒരു ഗ്ലോസി ഷീറ്റിൽ പ്രിന്റ് എടുത്താണ് കേട്ടോ. ഇപ്പം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല. ഒത്തിരി ഓവർ ക്വാളിറ്റി നോർമൽ പേപ്പറിന്റെ കളർ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നീട് റെസിൻ ഒഴിക്കുമ്പോൾ ആ പേപ്പറിന്റെ ക്വാളിറ്റി കുറവായതുകൊണ്ട് അത് ശരിയാവാണ്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു ഗ്ലോസി ഷീറ്റിൽ ഏതെങ്കിലും ഒന്നിൽ പ്രിന്റ് എടുത്താൽ മതി. പിന്നെ നമ്മൾ ഇപ്പം ഇതിലാണെങ്കിൽ കുട്ടിയുടെ പുക്കിൾക്കൊടിയും അന്ന് പ്രഗ്നൻസിയുടെ കിറ്റും സാധനങ്ങളൊക്കെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് രണ്ടും പിന്നെ കുട്ടിയുടെ ഒരു 2 കരിവളയുമാണ് ഞാനിതിൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. സോ പുക്കിൾക്കൊടിയൊക്കെ ആകുമ്പോൾ ഒബ്വിയസ്ലി നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് അത് പൊതുവേ അത് പൊഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഡ്രൈ ആവാത്ത നല്ലതായിട്ട് ഡ്രൈ അല്ലാത്തൊരു സാധനവും റെസിൻ്റെ അകത്ത് വെക്കാൻ പാടില്ല. കാരണം ചെറുതായിട്ടെങ്കിലും മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ ഈ റെസിൻ്റെ അകത്തിരുന്ന് പൂപ്പിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒന്നുകൂടെ ഫുള്ള് റീവർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണിയാണ്. സോ അതുകൊണ്ട് എന്ത് പ്രിസർവ് ചെയ്യുവാണെങ്കിലും ഒട്ടും മോയ്സ്ചർ ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യാം. സോ ഇപ്പൊ ഇവിടെ ഞാൻ ബേസിക്കലി കുട്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസ്, കുറച്ച് ജനിച്ച ടൈമും ഡേറ്റും, ജനിച്ച ടൈമിലെ എക്സാക്ട് വെയിറ്റും, ജനിച്ച ഹോസ്പിറ്റലിന്റെ പേരും, പിന്നെ ജനിച്ച സമയത്തെ കുട്ടിയുടെ ഹൈറ്റും, അങ്ങനത്തെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഞാനിപ്പോൾ ഇതിൽ വെക്കുന്നത്. പിന്നെ ബ്ലഡ് ഗ്രൂപ്പും കൂടെ വെക്കുന്നുണ്ട്. സോ ഒരു നോർമൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ എടുത്തിട്ടൊന്ന് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ 5 ഇഞ്ചിന്റെ ഒരു മോൾഡിൽ നമുക്ക് അത്യാവശ്യം ഇത്രയും ഡീറ്റെയിൽസ് ഒതുക്കാൻ പറ്റും കേട്ടോ. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ വലുതായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് കുറച്ചും കൂടെ വലിയ മോൾഡ് വാങ്ങാം. 8 ഇഞ്ചസിന്റെയും 10 ഇഞ്ചിന്റെ ഒക്കെ മോൾഡുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സാധനങ്ങൾ വെക്കുമ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ചെയ്തൊരു മണ്ടത്തരം ഞാൻ പറയാം. ഞാൻ ഈ OHP ഷീറ്റിന്റെ സാധനം ചുമ്മാ ഡയറക്റ്റ്ലി ഫസ്റ്റ് ലെയർ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി അതിന്റെ മുകളിലേക്ക് ജസ്റ്റ് ചുമ്മാ വെച്ചതേ ഉള്ളൂ. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഞാൻ റെസിൻ ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒഴിച്ച സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല. ലൈക്ക് ഒഴിച്ച സമയത്ത് ഞാൻ കുറെ നോക്കിയായിരുന്നു, പക്ഷെ എനിക്ക് ഡിഫറൻസ് ഫീൽ ചെയ്തില്ല. ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു അവിടെ ഇവിടെയും ചെറുതായിട്ട് ഈ OHP ഷീറ്റിന്റെ ഇടയിൽ കൂടെ ലിക്വിഡ് കയറിയിട്ട് ഒരു ബബിൾസ് ഫോം ചെയ്യും. ബബിൾ അല്ല എക്സാക്ട്ലി, അത് ഷീറ്റിന്റെ ഇടയിൽ കൂടെ ലിക്വിഡ് കയറി പകുതി വരെ എത്തിയിട്ട് ഫുള്ളായിട്ട് കയറാണ്ടിരുന്ന 1-2 പോർഷൻസിൽ നമുക്കിങ്ങനെ ഒരു നമ്മൾ എന്താ ഫോണിലൊക്കെ ഫ്രണ്ടില് സെറ്റ് ഗ്ലാസ് ഒട്ടിക്കല്ലേ, അപ്പൊ അതിന്റെ ഇടയിൽ ബബിൾസ് വരുമ്പോൾ ഒരു ഇരിക്കല്ലേ, അതുപോലെ രീതിയിൽ ചെറുതായിട്ട് അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. ബട്ട് അത് ശരിക്കും പറഞ്ഞാൽ വിസിബിൾ അല്ല നന്നായിട്ട്. എന്നാലും നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ സാധനങ്ങൾ കാണാൻ പറ്റും. സോ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് ചുമ്മാതെ വെക്കാതെ അതിന്റെ ബാക്കിൽ റെസിൻ ചെറുതായിട്ടൊരു ലെയർ തേച്ചിട്ട് നമ്മൾ വെക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറൊരു ബബിൾസോ ഒന്നും വരാണ്ട് നമുക്ക്, ബബിൾസ് അല്ല ഒരു എയർ സ്പേസ് ഒരു സാധനം വരില്ലേ, അത് വരാണ്ട് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ ഇപ്പൊ ഞാൻ സെക്കൻഡ് ലെയറിന് വേണ്ടി ഒരു 120 ml ആണ് റെസിൻ എടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ അതിന് കുറച്ചും കൂടെ കൂടുതൽ എടുക്കാം. അപ്പൊ ഞാനിപ്പോൾ 120 എൻ്റെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന റെസിൻ ഫുൾ എടുത്താണ്.
എഗെയിൻ 2:1 റേഷ്യോയിൽ തന്നെ നോക്കിയെടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയേഴ്സ് വെയ് ചെയ്തെടുത്തത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടാട്ടോ എടുത്തത്. പിന്നെ അത് നമ്മൾ മുകളിലത്തെ ലെയറിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. ഇനി എഗെയിൻ നമുക്കൊരു 24 hours ഇത് നമുക്ക് വെയിറ്റ് ചെയ്യണം. അറൌണ്ട് 12 hours ആകുമ്പോൾ തന്നെ റെസിൻ ശരിക്കും പറഞ്ഞാൽ ഡ്രൈ ആവും. പക്ഷേ ഈ 12 മണിക്കൂർ കഴിഞ്ഞുള്ള സമയത്ത് നമ്മളിത് പിടിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ ഇതിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഫിംഗർ പ്രിന്റ്സ് വരും. ചില സമയത്ത് ഇത് നമ്മൾ പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം നമ്മൾ തിരിക്കുന്ന സൈഡിലേക്ക് വളഞ്ഞൊക്കെ ചെറുതായിട്ട് പോകും. നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പിന്നെ ആ വളഞ്ഞ് തന്നെ അങ്ങനെ ഇരുന്ന് ഡ്രൈ ആയിപ്പോൾ. സോ അതുകൊണ്ട് ഒരു 24 hours കഴിയാണ്ട് അതിൽ തൊടാനേ പാടില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൊടിയൊന്നും വീഴാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും വെക്കണം. കാരണം റെസിനിലേക്ക് എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും ചിലപ്പം ചെറിയ ഒരു വീട്ടിലിപ്പോൾ പൂച്ചയും പട്ടിയൊക്കെ ഉള്ളതാണെങ്കിൽ അതിന്റെ രോമമാണെങ്കിലും വീണ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അപ്പം കാണില്ല. അത് അതിനകത്ത് നിന്ന് ഡ്രൈ ആയിപ്പോൾ. സോ അതുകൊണ്ട് മാക്സിമം ഇച്ചിരി എൻക്ലോസ്ഡ് ആയിട്ടുള്ള എവിടെയെങ്കിലും വെച്ച് ഡ്രൈ ആക്കാൻ നോക്കാം. പൊടിയൊന്നും വീഴാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം. ഇത്രയാണ് നമ്മൾ റെസിൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ ഇതിപ്പോൾ എനിക്ക് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ 24 hours കഴിഞ്ഞിട്ടാട്ടോ ഇത് എടുത്തിരിക്കുന്നത്. സോ ബേസിക്കലി ഞാൻ ഇതിനകത്ത് പിന്നെ ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്കറിയാം ചെറുതായിട്ട് അവിടെ ഇവിടെയും സ്റ്റാറിന്റെ ചെറിയ സ്വീക്വൻസ് ഞാൻ അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കളർഫുൾ ആയിട്ട് ഇന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ ഇപ്പം ഇതിനു വേണ്ടി നമുക്ക് റെസിനിൽ തന്നെ സ്റ്റാൻഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമുക്കത് കുറച്ചും കൂടി ഒത്തിരി റെസിൻ യൂസ് ചെയ്യേണ്ടി വരും. ഒത്തിരി എക്സ്പെൻസീവ് ആവും. അതുകൊണ്ട് ഞാനിപ്പം ഈ ആർട്ട് ക്യാൻവാസുകൾ ചെറിയ ക്യാൻവാസ് ഒക്കെ വെക്കുന്ന ടൈപ്പ് ഓഫ് ചെറിയൊരു സ്റ്റാൻഡ് വാങ്ങി. സംവെയർ അറൌണ്ട് 100 രൂപ എന്തോ ഉണ്ടായിരുന്നു എന്നതിന്. സോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ.